തെരുവുനായ ഭീതി മൂലം 2 ദിവസം അവധി പ്രഖ്യാപിക്കേണ്ടി വന്ന തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം. പഞ്ചായത്ത് ഇടപെട്ട് തെരുവുനായ്ക്കളെ പിടികൂടൽ ആരംഭിച്ചു. 7 നായ്ക്കളെ പിടികൂടി. ഇന്ന് വൈകുന്നേരം PTA യോഗം ചേർന്ന ശേഷം നാളെ സ്കൂൾ തുറക്കുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും. അതേസമയം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും നിരുത്തരവാദിത്തപരമായ നടപടികൾ ഉണ്ടായി എന്ന് കാട്ടി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് ആദ്യമായായിരിക്കും ഒരു സ്കൂൾ 2 ദിവസം തെരുവുനായ ശല്യം മൂലം അടച്ചിടേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിനാണ് ആ ഒരു അവസ്ഥ ഉണ്ടായത്. 2 ദിവസം മുൻപ് ഈ സ്കൂളിന്റെ പരിസരത്ത് തെരുവുനായ ആക്രമണം ഉണ്ടായി. അതുമാത്രമല്ല, ഈ സ്കൂളിന്റെ സ്റ്റേജിന് മുകളിൽ ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ആ പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഇവിടത്തുകാർ പറയുന്നുണ്ടായിരുന്നത്. മാത്രമല്ല, പ്രധാന അധ്യാപിക പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രസവിച്ച് കിടക്കുന്ന പട്ടി അത് മറ്റ് കുട്ടികൾക്ക് നേരെയുള്ള പാഞ്ഞെടുക്കുകയോ ആക്രമണ സ്വഭാവം കാണിക്കുകയോ ഒക്കെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ അവധി കൊടുത്തു. അതിനുശേഷം പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ഇവിടെ ഈ പ്രദേശത്തുള്ള പട്ടികളെയൊക്കെ തന്നെ പിടിക്കാനായുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ 7 പട്ടികളെയാണ് നിലവിൽ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മപ്പട്ടീനെ അവർ പിടിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പിടിച്ചില്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികൾക്കും ഇവിടുത്തെ അധ്യാപകർക്കും അല്ലെങ്കിൽ ഇവിടെ നിന്ന് പ്രവേശിക്കുന്ന ഓരോരുത്തർക്കും വേണ്ട സംരക്ഷണം ഒരുക്കാമെന്നൊരു വാക്ക് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആ വാക്കിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളത് നാളെ പ്രവൃത്തി ദിനമാക്കാൻ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. തൽക്കാലത്തേക്ക് എന്തായാലും ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികൾ അത് പൂർണ്ണമായും ഫലം കണ്ടു തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ ഈ സ്കൂളിൽ ഈ PTA അധികൃതരും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും അധ്യാപകരും എല്ലാം ചേർന്നുകൊണ്ടൊരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ അടുത്ത ദിവസം മുതൽ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാനായ ഒരു തീരുമാനമാവുകയും ചെയ്തു. ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്ന പട്ടികളെ നമ്മളിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അമ്മപ്പട്ടീനെ കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും കുഞ്ഞുമക്കളെ ഇവിടെ നിന്ന് ഇന്നലെ തന്നെ നമ്മൾ നീക്കം ചെയ്തിട്ടുണ്ട്. അവരെന്നെ ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ ആയാലും നമ്മളുടെ കുട്ടികൾക്ക് ഉപദ്രവം വരാത്ത രീതിയിൽ നമ്മളിവിടെ ഒരു ടീം ഉണ്ടായിരിക്കും. കുട്ടികളെ ക്ലാസ് റൂമിലാക്കുന്നവരെയും അവർക്ക് ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങളിവിടെ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ നമ്മുടെ കോമ്പൗണ്ടിൽ നായയുടെ ശല്യം ഇല്ലാത്ത രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സംസ്ഥാനത്തുടനീളം തെരുവുനായ ശല്യം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ചൂണ്ടലിൽ ഇങ്ങനെ ഒരു സ്കൂൾ അടച്ചിടേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ പ്രശ്നം തൽക്കാലത്തേക്ക് പരിഹരിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾ നാളെ മുതൽ സ്കൂളിലേക്ക് എത്തിത്തുടങ്ങും എന്നുള്ളത് തന്നെയാണ്. ഇവിടെയുള്ള ഈ പ്രസവിച്ച് കിടന്നിരുന്ന തള്ളപ്പട്ടി ഇതുവരേക്കും കിട്ടിയിട്ടില്ല. അതിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. അത് അധികം വൈകാതെ ഫലം കാണും എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.